സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭൂമി ഇടപാട് കേസ് പണം നൽകി അവസാനിപ്പിക്കാൻ നീക്കം. 30 ലക്ഷം തിരികെ നൽകിയ കേസ് അവസാനിപ്പിക്കാനാണ് നീക്കം. സർക്കാർ DGPക്ക് നിർദ്ദേശം നൽകി. പണം നൽകാമെന്ന് കോടതിയെ അറിയിച്ചേക്കും. DGP നിയമക്കുരുക്കിൽപ്പെട്ടേക്കുമെന്ന സൂചനയിലാണ് മുഖം രക്ഷിക്കൽ നടപടി. ജനം ബ്രേക്കിംഗ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് ശരിയാണ്. വിനീഷ്, മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം എന്ന നിലയിൽ തന്നെയാണോ പണം നൽകി ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമം നടത്താൻ സർക്കാർ DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഏറെ വിവാദമായ സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം DGPക്ക് നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി തന്നെ നിയമക്കുരുക്കിൽപ്പെടുമ്പോൾ അത് സേനയ്ക്കുള്ളിൽ അപമതിപ്പുണ്ടാക്കും എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ DGP വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലാണ്. നേരത്തെ വന്ന കോടതി വിധിയിൽ മേൽക്കോടതിയിൽ നിയമപരമായി താൻ നേരിടുമെന്ന നിലപാടായിരുന്നു DGP വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു വിവാദം ഈ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് DGPയുടെയും DGPയുടെ ഭാര്യയുടെയും പേരിലുള്ള പേരുക്കട വില്ലേജിലെ 10.8 സെന്റ് ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം വലിയ രീതിയിൽ കേരളം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. കോടതി തന്നെ നേരിട്ട് ഈ വാങ്ങാനെത്തിയ ആൾ DGP കരാർ ലംഘനം നടത്തി എന്ന് കാണിച്ചുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. കേസിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിധി പ്രസ്താവനയും നടത്തി. 10.8 സെന്റ് വസ്തു ജപ്തി ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കണമെന്ന ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം DGP 30 ലക്ഷം രൂപ നൽകി ഈ കേസിൽ നിന്ന് പിന്മാറാം എന്ന ഒരു നിർദ്ദേശമായിരുന്നു കോടതി നൽകിയത്. പക്ഷേ DGP ആ ഘട്ടങ്ങളിലെല്ലാം വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലാണ്. താൻ മേൽക്കോടതിയെ സമീപിച്ച് നിയമപരമായി കാര്യങ്ങൾ നേരിടും എന്ന നിർദ്ദേശം, അത്തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു DGPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത് ഏറെ വിവാദമായിരിക്കുന്നു. അത് സർക്കാരിന് നാണക്കേടുണ്ടാക്കുന്നു, സേനയ്ക്ക് അപമതിപ്പുണ്ടാക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ വിവാദം കെട്ടടക്കാനായി. അല്ലെങ്കിൽ അവിനീഷ് പറഞ്ഞതുപോലെ തന്നെ ഇത് സർക്കാരിന് അപ്പാടെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാ തരത്തിലും സർക്കാർ പ്രതിരോധത്തിലായ ഒരു സാഹചര്യമാണ്. ഇരു തരത്തിലായി കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അമ്പേ പ്രതിരോധത്തിലായ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയിലേക്കാണ് സ്വാഭാവികമായും കൂടുതൽ വിമർശനങ്ങൾ എത്തുക, കൂടുതൽ നാണക്കേടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം സർക്കാരിന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കഴിഞ്ഞു. അത് പ്രകാരമായിരിക്കും ഇനി DGPയുടെ നടപടിക്രമങ്ങൾ. കാരണം ഇന്നലെ ഉമർ ഷരീഫ് എന്ന് പറയുന്ന ഈ പരാതിക്കാരനെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് DGPയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ ഇനി കൂടുതൽ കുറ്റപ്പെടുത്തലിലേക്കല്ല പോകേണ്ടത്, വാങ്ങിയ പണം തിരികെ നൽകുക. അങ്ങനെ പണത്തിലൂടെ ആ വിമർശനങ്ങൾ, പണം നൽകി വിമർശനങ്ങൾ ഇല്ലാതാക്കുക, അതുമായി ബന്ധപ്പെട്ട കർക്കശമായ നിർദ്ദേശം തന്നെയാണ് DGPക്ക് ഇതിനകം നൽകി കഴിഞ്ഞത്, അല്ലേ? തീർച്ചയായിട്ടും പണത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് DGPക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം കൂടുതൽ നിയമക്കുരുക്കിലേക്ക് DGP പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വഞ്ചന കുറ്റം ഈ വിഷയത്തിൽ ചുമത്താൻ DGPക്കെതിരെ നേരത്തെ തന്നെ പണയ വായ്പ വച്ചിരുന്ന വസ്തുവിന്മേലാണ് വിൽപ്പനയ്ക്കായി കരാർ തയ്യാറാക്കി 30 ലക്ഷം രൂപ അഡ്വാൻസായി വാങ്ങിയത്. അതിൽ തന്നെ ഈ പണയം വച്ചിരുന്നത് വാങ്ങാനെത്തിയ ഉമർ ഷരീഫിനെ അറിയിച്ചിട്ടില്ല. അത് വഞ്ചനാ കുറ്റമായി ചുമത്താം. ഒപ്പം DGPക്ക് വരുന്ന മറ്റൊരു കുരുക്ക് ഇത്തരത്തിലാണ്. ആദായ നികുതി വകുപ്പ് നിയമപ്രകാരം 2 ലക്ഷം രൂപയിൽ കൂടുതൽ നേരിട്ട് പണമിടപാടുകൾ കൈ വായ്പയായി അല്ലെ കൈയിലേക്ക് പരസ്പരം കൈമാറാനുള്ള നിയമം നിലനിൽക്കുന്നില്ല. ആ നിയമവും DGP ലംഘിച്ചിരിക്കുന്നു. നിയമപാലകൻ തന്നെ ഇത്തരത്തിലുള്ള നിയമം ലംഘിച്ച സാഹചര്യത്തിൽ ആദായ നികുതി വകുപ്പിന്റെ കേസും DGPയുടെ മേലിലേക്ക് എത്തിയേക്കാം. ഇങ്ങനെ നിരവധി നിയമക്കുരുക്കുകളിലേക്ക് DGP എത്താനുള്ള ഒരു സാഹചര്യം ഇവിടെ പ്രസക്തമാകുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പലവിധ നിയമക്കുരുക്കിലാണ്, നിയമവിധേയമല്ലാത്ത ഇടപെടലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിന് സർക്കാരിനും അറിയാം, DGPക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പണം നൽകി ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. പക്ഷേ ഈ പണം നൽകി ഒത്തുതീർപ്പാക്കിയാലും, അല്ലെങ്കിൽ പണത്തിലൂടെ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തിയാലും പക്ഷേ DGPക്ക് ഇതിൽ നിന്നും കൃത്യമായി തലയൂരാൻ സാധിക്കും? ആ ഒരു ചോദ്യം ഉയരുകയല്ലേ മുന്നിലല്ലേ? തൽക്കാലം വിവാദത്തിന് ശമനമുണ്ടാക്കാൻ ഈ ഒരു വിഷയത്തിൽ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പരാതിക്കാരനായ ഉമർ ഷരീഫ് പറഞ്ഞിട്ടുള്ളത് താൻ അഡ്വാൻസായി നൽകിയ പണം മാത്രം
തിരികെ നൽകിയാൽ മതി എന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടാണ് ഉമ്മർ ഷെരീഫ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ആ വിവാദത്തിൽ നിന്ന് തലയൂരാൻ സർക്കാരിന് ഈ 30 ലക്ഷം രൂപ നൽകുന്നതിലൂടെ കഴിയും. ഒപ്പം തന്നെ കോടതിയുടെ വിധി പ്രസ്താവന അത് അനുസരിച്ചു. പ്രത്യേകിച്ച് ഈ കരാറിന്റെ ഉടമ്പടി വാങ്ങാനുള്ള അഡ്വാൻസ് തുകയായി നൽകിയ പണം തിരിച്ചു നൽകിക്കൊണ്ട് വസ്തുവിലെ മറ്റു ജപ്തി നടപടികൾ ഒഴിവാക്കാൻ സാധിക്കും. ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിരവധി പ്രശ്നങ്ങൾക്ക് നിന്ന് തൽക്കാലത്തേക്കല്ല കൃത്യമായി തലയൂരാൻ DGPക്ക് സാധിക്കും. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാനത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കേണ്ട ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടത്തിയിരിക്കുന്നത്. അത് സംസ്ഥാന പോലീസ് സേനയ്ക്ക് തന്നെ അപമതിപ്പുണ്ടാക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പരാജയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഇടപെടലുകൾ എന്ന തരത്തിലുള്ളൊക്കെ ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും വിഷയം വിവാദമായിരിക്കുന്നു. തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാനായി 30 ലക്ഷം രൂപ ഉമ്മർ ഷെരീഫിന് വസ്തു വാങ്ങാൻ അഡ്വാൻസ് നൽകിയ ഉമ്മർ ഷെരീഫിന് തിരിച്ചു നൽകിക്കൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ഒരു സമീപനം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം സർക്കാർ നൽകിയിരിക്കുന്നു. അത്തരത്തിൽ കോടതിയിലെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകാതെ തന്നെ, ജപ്തി നടപടികളിലേക്കൊക്കെ കടക്കാതെ തന്നെ തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ വിനീഷിലേക്ക് എത്താം. വിനീഷ് തുടരുക. ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബു, മുൻ DYSP നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സുഭാഷ് ബാബു, കഴിഞ്ഞ ദിവസം ജനം TV ആണ് ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതായത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉമർ ഷെരീഫ് എന്നുള്ള വ്യക്തിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരാതി, ഈ പരാതി ഒതുക്കി തീർക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത്, സർക്കാർ നൽകിയിരിക്കുന്നത്. അതായത് പണം നൽകി 30 ലക്ഷം തിരികെ നൽകി ഈ കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കം എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, ഇതൊരു സിവിൽ ഡിസ്പ്യൂട്ടാണ്. ക്രിമിനൽ കേസിൽ ഇപ്പോൾ ചീറ്റിംഗ് അദ്ദേഹത്തിന് പരാതി ഇല്ലെങ്കിൽ, പരാതിക്കാരന് പരാതി ഇല്ലെങ്കിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ പണം വാങ്ങുകയും പണം വാങ്ങിയതിന് ശേഷം എന്താണ് അദ്ദേഹത്തിനോട് വാഗ്ദാനം ചെയ്തിരുന്നത്, ആ വാഗ്ദാനം നിറവേറ്റാതിരിക്കുകയോ പണം തിരിച്ചു കൊടുക്കാതെ ഇരുന്നാൽ ആ ചീറ്റിംഗ് എന്ന് പറയുന്ന കേസ് നമുക്ക് വെക്കുള്ളൂ. ഇവിടെ പരാതിക്കാരന് അങ്ങനെ തന്നെ ചീറ്റ് ചെയ്തു എന്ന് പരാതി ഇല്ലാത്തടത്തോളം കാലം അത് ഇപ്പൊ അദ്ദേഹം ഒരു സിവിൽ നടപടിയിലാണല്ലോ പോയിരിക്കുന്നത്. ആ സിവിൽ നടപടിയുടെ പരിഹാരം എന്ന് പറയുന്നത് ആ പണം കൊടുത്തു, അതിന്റെ പലിശയും കൊടുത്ത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതോടുകൂടിയിട്ട് കേസ് ഒഴിവാക്കുക. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ തൽക്കാലം തെടിയൂരാൻ സാധിക്കും. പക്ഷേ ആ ഒരു അവമതിപ്പ്, ആ ഒരു തെറ്റായ ഒരു സന്ദേശം, കാരണം ഒരു നീതിന്യായ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ക്രമസമാധാന സംവിധാനത്തിന്റെ തലപ്പത്തുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു ഇടപാട് നടത്തി ഇത്തരത്തിലൊരു പരാതിക്ക് വിധേയനായി എന്ന് പറയുമ്പോൾ അത് അങ്ങനെ എളുപ്പം തേച്ചുമാച്ച് കളയാൻ സാധിക്കുമോ? അത് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് കിടക്കുമെന്നല്ലാണ്ട് പൊതുവെ അദ്ദേഹം ഒരു വഞ്ചനയും ചതിയുടെ ആളായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പരാതിക്കാരന് പണം തിരിച്ചു കിട്ടാൻ വേണ്ടി തന്നോട് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. എന്തായാലും ശരി, ഒരു അധികാരി എന്നുള്ളത് പ്രത്യേകിച്ച് DGP ലെവലിലുള്ള നിയമസമാധാന പാലനന്റെ ഏറ്റവും തലപ്പത്ത് കേരളത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ എല്ലാ ഇടപാടുകളും 100% സുതാര്യമായിരിക്കണം. അതുകൊണ്ട് അതിൽ നിന്ന് അല്പം വ്യതിയാനം സംഭവിച്ചു പോയി എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു കളങ്കിത സാഹചര്യം ഉണ്ടാവും. അത് അദ്ദേഹത്തിന്റെ പേരിൽ നിന്നും നിലനിൽക്കും. അത് സർക്കാരിന് തന്നെ കളങ്കം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അല്ലേ? നിർദ്ദേശം DGPക്ക് ഇത്തരത്തിൽ നൽകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചതും അത്തരത്തിലുള്ള ഒരു പ്രതിരോധം തന്നെയായിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം സർക്കാരിനെ സംബന്ധിച്ചുള്ളൂ അത് അവരുടെ ഏറ്റവും വിശ്വസ്തനായി കേരള പോലീസിന്റെ ഭരണം നിർവഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതി അദ്ദേഹത്തിന്റെ പേരിൽ ഇതേമാതിരി ഒരു പരാതി വരികയും അത് അപരിഹാര്യമായ രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് സംസ്ഥാന പോലീസ് മേധാവി എന്ന നിലയിൽ അത് നേരിട്ട് ആഭ്യന്തര വകുപ്പിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് പൊതുവിൽ അതുകൊണ്ട് ഗവൺമെന്റ് അത് തീർക്കാനുള്ള താല്പര്യം എടുക്കുകയും അത് തീർക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അത് ഗവൺമെന്റിന്റെ പേരിലുള്ള ഒരു ആക്രമണമായിട്ടല്ലേ ഇത് വരാൻ സാധ്യതയുള്ളൂ. അദ്ദേഹത്തെക്കാൾ ഉപരി ഗവൺമെന്റിനെ ലക്ഷ്യമിട്ടായിരിക്കുമല്ലോ രാഷ്ട്രീയമായിട്ട് പോകുന്നത്. എന്തായാലും അത് പരിഹാര്യമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നാണ് നമുക്കിപ്പോൾ കണക്കാക്കേണ്ടത്. വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.